നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 29/12/2025 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 184, RSS 5 കിലോ 180, ISNR 20 161.50 പൈസ, ലാറ്റക്സ് 60% DRC ഉള്ള 127.35 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 184, RSS 5 കിലോ 180. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 173, ലോട്ട് കിലോ 165 മുതൽ 170 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 90 രൂപ 75 പൈസ. ഈ കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 176, RSS 5 കിലോ 172, ISNR 20 160. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 114. ഇനി കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 170, ഫാക്ടറി വില 180. 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 8500, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 10200, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 11900 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബറിൻ്റെ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ ക്രിസ്മസ് ഹോളിഡേ ഒക്കെ കഴിഞ്ഞ ശേഷം ടാപ്പിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ്. കവർട്ട മരങ്ങളും വെട്ടാൻ സാധിച്ചു. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 12,945, ഒരു പവൻ 1,03,560. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 14,122, ഒരു പവൻ 1,12,976. ഇനി 18 ക്യാരറ്റ് 1 ഗ്രാം 10,592, ഒരു പവൻ 84,736. ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവില. സ്വർണം ഒരു പവൻ്റെ മുകളിൽ 880 രൂപയും 110 ഒരു ഗ്രാമിൻ്റെ മുകളിൽ ഇന്നലെ വൈകിട്ട് കൂടിയത്. മറ്റ് വിലകൾ നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, തേങ്ങ പച്ചത്തേങ്ങ 60 മുതൽ 80, കൊപ്ര എടുത്തുപിടി 187 രൂപ, കൊക്കോ 370 ഉണങ്ങിയത്, കച്ചോലം ഉണങ്ങിയത് 500, വെളിച്ചെണ്ണ ലിറ്റർ 430, ഗ്രാമ്പു 800, ഗ്രാമ്പു നാടൻ 910, പിണ്ണാക്ക് എസ്പെലാർ 41, റോട്ടറി 42, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 697, കുരുമുളക് പുതിയത് 689, കുരുമുളക് ഗാർബിൾഡ് കിലോ 719, ചുക്ക് വെസ്റ്റ് 350, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 270, പൈനാപ്പിൾ പച്ച 38, പഴം 50. നമുക്കെല്ലാവർക്കും പാൻ കാർഡും ആധാറും ഉണ്ട്. അത് ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി 31. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധി ഓർമ്മിപ്പിച്ച് ആദായ നികുതി വകുപ്പ്. ഇതുവരെയും ബന്ധിപ്പിക്കാത്തവർ 31-നകം നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ കർശന നിർദ്ദേശം. ഇതുവരെയും പാൻ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർക്ക് 1000 രൂപ അധിക ഫീസായി അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ 2024 ഒക്ടോബർ 1 ശേഷം ആധാർ എൻറോൾമെൻറ്റ് ID ഉപയോഗിച്ച് പാൻ കാർഡുകൾ കരസ്ഥമാക്കിയവർ ലിങ്ക് ചെയ്യുന്ന സമയത്ത് ആ പിഴത്തുക അടയ്ക്കേണ്ടതില്ല. ഇത് എങ്ങനെ ബന്ധിപ്പിക്കാം? ലിങ്ക് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ പാൻ കാർഡ് നമ്പരും കാർഡ് നമ്പരും സമർപ്പിക്കുക. പിഴ അടയ്ക്കേണ്ടവർ 1000 രൂപ അധിക ഫീസ് നൽകുക. പേയ്മെൻറ്റ് വിജയകരമായാൽ ആധാറുള്ള പേരും മൊബൈൽ നമ്പരും നൽകുക. തുടർന്ന് ലിങ്ക് ആധാർ ബട്ടൺ വഴി ചെയ്താൽ മൊബൈൽ ലഭിക്കുന്ന OTP നൽകി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കപ്പെടും. എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിലോ ചെന്നാൽ അവരത് കൈകാര്യം ചെയ്ത് റെഡിയാക്കി തരും. വേഗമായിട്ട് ചെയ്യാത്തവർ ഉടനെ ഇത് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു. വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ.